ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ആരാമകൽപവൃക്ഷാണാം വിരാമഃ സകലാപദാം അഭിരാമസ്ത്രിലോകാനാം രാമ ശ്രീമാൻ സനപ്രഭു. നമസ്കാരം. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം രാമഗീത തുടരുകയാണ്. രാമഗീതയിലെ 21-ാം ശ്ലോകം. സപ്രത്യവായോ ഹ്യഹമിത്യനാത്മധി അജ്ഞപ്രസിദ്ധാനതു തത്വദർശിന തസ്മാൽബുധൈസ്ത്യാജ്യമവിക്രിയാത്മഭിർ വിധാനത കർമ്മവിധി പ്രകാശിതം. ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്നതായ ഉപദേശം, അതാണ് രാമഗീത എന്ന് മുൻപ് പറഞ്ഞു. ആ ഉപദേശം തുടരുകയാണ്. വിഹിതകർമ്മങ്ങളെ ത്യജിച്ചാൽ ഞാൻ ആചാരഭ്രഷ്ടനായിത്തീരും, പ്രായശ്ചിത്തം ചെയ്യേണ്ടവനായി, പ്രായശ്ചിത്തത്തിന് വിധേയനായി തീരും എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത, ആ ഒരു ഭ്രാന്തി, അത് അജ്ഞന്മാർക്കേ ഉണ്ടാവൂ. ഒരിക്കലും ഒരു ജ്ഞാനിക്ക് അതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അഭിജ്ഞന്മാരായവർ, വിവേകികളായിട്ടുള്ളവർ, മുമുക്ഷുക്കൾ ഏകാന്ത ബ്രഹ്മനിഷ്ഠയ്ക്കു വേണ്ടി വിഹിതങ്ങളായ നിത്യ നൈമിത്തിക കർമ്മങ്ങളെയും ത്യാഗം ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ വിഹിതകർമ്മങ്ങളെ മുഴുവൻ ത്യജിക്കുന്നത് കേവലം ബ്രഹ്മനിഷ്ഠയ്ക്ക് ഭംഗം വരാതിരിക്കാൻ വേണ്ടി മാത്രമാവണം. അടുത്ത ശ്ലോകം. ശ്രദ്ധാന്വിത തത്വമസീതി വാക്യതോ ഗുരോ പ്രസാദാദപി ശുദ്ധമാനസ വിജ്ഞായ ചൈകാത്മ്യമഥാത്മജീവയോ സുഖീ ഭവേൽ മേരുരിവാ പ്രകമ്പന. മോക്ഷത്തിന് ഏക കാരണം ജ്ഞാനം മാത്രമാണെന്നും കർമ്മമൊരിക്കലും മോക്ഷകാരണം ആവുകയില്ല എന്നും, അത് മോക്ഷത്തിന് തടസ്സം കൂടിയാണ്. അതുകൊണ്ട് മുമുക്ഷു കർമ്മത്തെ കേവലം ത്യാഗം ചെയ്യുക തന്നെയാണ് വേണ്ടത്. തുടർന്ന് പ്രകൃത വിഷയത്തെ തന്നെ പ്രതിപാദിക്കുകയാണ്. മോക്ഷത്തിന് ഏകകാരണം ജ്ഞാനമാണ് എന്ന് ബോധ്യം വരുന്ന ഒരുവൻ, ഒരു സാധകൻ, സർവകർമ്മങ്ങളെയും ത്യാഗം ചെയ്ത് ശ്രദ്ധാലുവായി അന്ധകരണത്തെ ശുദ്ധമാക്കി സങ്കല്പങ്ങളൊന്നുമില്ലാതെ നിസ്സങ്കല്പനായി ഒരു ആചാര്യനെ, ഒരു ഗുരുവിനെ ആശ്രയിക്കണം. ഗുരുവിൽ നിന്ന്, ഗുരുമുഖത്തു നിന്ന് തത്വമസിയാദി മഹാവാക്യങ്ങളിൽ കൂടി ജീവന്റെയും ഈശ്വരന്റെയും ഐക്യാവസ്ഥ, ജീവാത്മ പരമാത്മ ഐക്യം, അതാണ് തത്വമസ്യാദി വാക്യങ്ങൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അത് ബോധിച്ച് പർവ്വതം പോലെ നിശ്ചലനായി, ഹിമവാനെ പോലെ നിശ്ചലനായി, സ്വസ്ഥനായി വർത്തിക്കണം. ആദൗ പദാർത്ഥാവഗതിർഹി കാരണം വാക്യാർത്ഥവിജ്ഞാനവിധൗ വിധാനത തത്വം പദാർത്ഥൗ പരമാത്മജീവകാവസീതി ചൈകാത്മ്യമധാനയോർഭവേൽ. തത്വമസി എന്ന വാക്യത്തെ എടുത്താൽ തത്ത് ത്വം അസി അഥവാ തൽ ത്വം അസി, ഇങ്ങനെ 3 പദങ്ങൾ. ദേവീഭാഗവതം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളിലെല്ലാം ഇതിൻ്റെ വ്യാഖ്യാനം കാണാൻ കഴിയും.
തത്പദം കൊണ്ട് പരമാത്മാവിനെയും ത്വം പദം സൂചിപ്പിക്കുന്നത് ജീവനെയുമാണ്. അത് രണ്ടും ഒന്നാണ് എന്ന് ബോധിപ്പിക്കുന്ന ശബ്ദമാണ് അസി പദം. ഉഭയോരൈക്യം, അതാണ് അസി ശബ്ദം. ശബ്ദങ്ങളുടെ വാച്യാർത്ഥം നമ്മൾ കേൾക്കുമ്പോൾ, ഒരാളത് പറഞ്ഞു തരുമ്പോൾ ആദ്യം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരർത്ഥം വാച്യാർത്ഥം, അനന്തരം ലക്ഷ്യാർത്ഥം എന്താണ് എന്നും ക്രമത്തിൽ ഗുരുമുഖത്തു നിന്ന് ഗ്രഹിക്കണം. അതിനെ തുടർന്ന് ജീവൻ, ഈശ്വരൻ, ജഗത്ത്, ഈ ഘടകങ്ങളെ വേണ്ടതുപോലെ പരിശോധന ചെയ്ത് നിരൂപിക്കുമ്പോഴാണ് ജഗത്തില്ലാത്തതാണ്, ജീവനും ഈശ്വരനും വേറെയല്ല എന്നും ബോധ്യമാവും. അതാണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം. അതിനെ ഉദ്ബോധിപ്പിക്കലാണ് തത്വമസി എന്ന മഹാവാക്യത്തിൽ കൂടി. ആ വാക്യാർത്ഥ ജ്ഞാനം കൊണ്ട് പരമാർത്ഥമായ ആത്മജ്ഞാനം പ്രകാശിക്കും. 24-ാം ശ്ലോകം. പ്രത്യക്പരോക്ഷാദിവിരോധമാത്മനോർവിഹായ സംഗൃഹ്യ തയോശ്ചിതാത്മതാം സംശോധിതാം ലക്ഷണയാ ച ലക്ഷിതാം ജ്ഞാത്വാ സ്വമാത്മാനമഥാദ്വയോ ഭവേൽ. ജീവനെ പ്രത്യക് എന്നും പരമാത്മാവിനെ അഥവാ ഈശ്വരനെ പരാക് എന്നും ഇവിടെ അഭിസംബോധന ചെയ്യുകയാണ്. ഇനി അതിനെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ജീവൻ അന്ധകരണാദി ഉപാധികളിൽ, ശരീരം, മനോബുദ്ധ്യാദികൾ, ഇതിലെല്ലാം തന്നെ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു, അങ്ങനെ കർത്താവും ഭോക്താവുമായി അഭിമാനിക്കുകയും സുഖദുഃഖങ്ങളെ, ഈ സംസാരത്തിലുണ്ടാവുന്ന അനുഭവങ്ങളെ അനുഭവിക്കുന്നവനും അന്ധകരണ സാക്ഷിയായിട്ടുള്ള ചൈതന്യവും ആണ്. എന്നാൽ പരമാത്മാവ് ആവട്ടെ ഇന്ദ്രിയാതീതനാണ്, ഒരു പ്രകാരത്തിലും അറിയപ്പെടാൻ കഴിയാത്തതാണ്. അപ്പോൾ ജീവനും ഈശ്വരനും ഒന്നാണ് എന്ന ഒരു വസ്തുത, അത് എപ്രകാരം നമുക്ക് ബോധിക്കും, എങ്ങനെ ബോധ്യപ്പെടും? ഏകാത്മകത്വാൽ ജഹദീന സംഭവേൽ തഥാ അജഹല്ലക്ഷണതാ വിരോധത സ്വയം പദാർത്ഥാവിവ ഭാഗലക്ഷണ യുജ്യേത തത്വം പദയോരദോഷത. തത്പദം ത്വംപദം രണ്ടിനും ഒരേ അർത്ഥം. കാരണം രണ്ടും ഒന്നു തന്നെയാണ്, ഈശ്വരനും ജീവനും ഒന്നു തന്നെയാണ്. ശബ്ദത്തിന് വാച്യം, വ്യംഗ്യം, ലക്ഷണ എന്നിങ്ങനെ 3 തരത്തിലാണ്, 3 രൂപത്തിലാണ് അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുക, അഥവാ അർത്ഥഗ്രഹണ സമ്പ്രദായം. നമുക്ക് ഏതെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ, അതെന്തോ ആവട്ടെ ശബ്ദം, അത് കേൾക്കുമ്പോൾ തന്നെ അതുണ്ടാക്കുന്ന അർത്ഥബോധം, അതിനെയാണ് വാച്യാർത്ഥം എന്ന് പറയുക. ഇനി അതിനെ കേട്ടുകഴിഞ്ഞാൽ, ശ്രവണാനന്തരം ഒരു ശബ്ദം കേട്ടു, ഒരു വാക്ക് കേട്ടു, അതിനെ വീണ്ടും ചിന്തിക്കുകയാണ് എങ്കിൽ, ആലോചിക്കുകയാണ് എങ്കിൽ, ആ വാച്യാർത്ഥമല്ലാതെ മറ്റൊരർത്ഥത്തിൻ്റെ സൂചന ഉണ്ടാകുന്നുവെങ്കിൽ
അതാണ് വ്യംഗ്യാർത്ഥം. ഇനി ഈ കേൾക്കുന്ന ശബ്ദത്തിന്റെ ആദ്യം ദ്യോതിപ്പിക്കുന്ന, ആദ്യം നമുക്ക് തോന്നുന്ന വാച്യാർത്ഥവുമായി യാതൊരു ബന്ധവുമില്ലാതെ മറ്റൊരർത്ഥത്തെ ഗ്രഹിക്കേണ്ടി വരികയാണ് എങ്കിൽ ആ സമ്പ്രദായത്തിനെയാണ് ലക്ഷണ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേദാന്തികൾ പ്രധാനമായിട്ട് ഉദാഹരണം പറയുക ഗംഗായാം ഘോഷ എന്നൊരു വാക്യം. ഗംഗ നദിയാണ്, ജലപ്രവാഹമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആ ഗംഗയിൽ, ആ ഗംഗാ നദിയിൽ ഒരു ഘോഷമുണ്ട്, ഒരു ഗോശാലയുണ്ട്. അങ്ങനെ അർത്ഥം നമുക്ക് തോന്നിയാലും അത് ശരിയാവാൻ ഇടയില്ല. കാരണം അതിശക്തമായി ഒഴുകുന്ന ഒരു നദിയുടെ ഉള്ളിൽ ഒരു ഗോശാല ഉണ്ടാക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിന്, ഗംഗായാം ഘോഷ എന്ന വാക്യത്തിന്റെ വാച്യാർത്ഥമല്ല ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ പ്രവാഹം എന്നതുകൊണ്ട്, ജലപ്രവാഹം എന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ നടുവിൽ എന്നൊന്നും അല്ല, അതിനടുത്ത് തന്നെ, നദിയായതുകൊണ്ട് നദീതീരത്ത് അതിന് സാധ്യതയുണ്ട്. ഇപ്പൊ നദിയുടെ തീരങ്ങളിൽ ഗോശാലകളൊക്കെ ഉണ്ടാവാം, വീടുകൾ ഉണ്ടാവാം. അപ്പൊ ഗംഗാനദിയുടെ തീരത്ത് ഗോശാലയുണ്ട്. ഈ രീതിയിൽ അർത്ഥത്തെ ഗ്രഹിക്കുന്ന സമ്പ്രദായമാണ് ലക്ഷണ. ഈ ലക്ഷണ സമ്പ്രദായം ഭാഗലക്ഷണ, ത്യാഗലക്ഷണ, ഭാഗത്യാഗലക്ഷണ എന്നിങ്ങനെ 3 വിഭാഗം ഉണ്ട്. അതിനെ തന്നെയാണ് ജഹൽ ലക്ഷണ എന്നും അജഹൽ ലക്ഷണ എന്നും ജഹദ് അജഹൽ ലക്ഷണ എന്നും പറയുന്നത്. വാക്യത്തിന്റെ വാച്യാർത്ഥത്തെ മുഴുവൻ ത്യാഗം ചെയ്ത് മറ്റൊരു പുതിയ അർത്ഥത്തെ സ്വീകരിക്കുന്നത് ജഹൽ ലക്ഷണ അല്ലെങ്കിൽ ത്യാഗലക്ഷണ. അതിലെ ഏതാനും ഭാഗത്തെ ത്യാഗം ചെയ്ത് ഏതാനും ചില ഭാഗത്തെ സ്വീകരിച്ച് അതിൽ പുതിയ അർത്ഥത്തെ കൂട്ടി ചേർത്ത് ഗ്രഹിക്കുന്നത് അജഹൽ ലക്ഷണ അല്ലെങ്കിൽ ഭാഗലക്ഷണ. ഗംഗായാം ഘോഷ എന്ന വാക്യം ജഹൽ ലക്ഷണയ്ക്ക് ഉദാഹരണമാണ്. മറ്റൊരു വാക്യം പറയുകയാണ് കാകേഭ്യോ ദധി രക്ഷ്യതാം. അത് ഭാഗലക്ഷണയുടെ ഉദാഹരണം, അതല്ലെങ്കിൽ അജഹൽ ലക്ഷണയുടെ ഉദാഹരണം. കാക്കകളിൽ നിന്ന് തൈര് രക്ഷിക്കപ്പെടണം. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന തൈര് അത് കാക്ക വന്ന് കൊത്തിക്കളയാതെ, അല്ലെങ്കിൽ അത് കൊത്തിക്കൊണ്ടുപോകാതെ, അതിൽ ആ കാക്ക കൊത്തിക്കഴിഞ്ഞാൽ അത് മലീമസമായി തീരും. അതുകൊണ്ട് കാക്ക ഈ തൈര് തൊടാതെ സൂക്ഷിക്കണം. ഇവിടെ കാക്ക മാത്രമല്ല, ഒരിടത്ത് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന തൈര് അത് പൂച്ചയാവാം, നായയാവാം, അങ്ങനെ മറ്റേതെങ്കിലും ജീവി വന്ന് അതിൽ തലയിട്ടാൽ അത് ഉപയോഗശൂന്യമായിട്ട് മാറും. അപ്പൊ അവയിൽ നിന്ന് എല്ലാം രക്ഷിക്കണം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഗംഗായാം ഘോഷ അതിന്റെ വാച്യാർത്ഥത്തെ പൂർണ്ണമായി നമ്മൾ ത്യജിച്ചു. അതുകൊണ്ടാണ് അതിനെ ത്യാഗലക്ഷണ എന്ന് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാകേഭ്യോ ദധി രക്ഷ്യതാം, അതിൽ
കാകശബ്ദത്തിൻ്റെ അർത്ഥത്തെ സ്വീകരിച്ചുവെങ്കിലും മറ്റു ചിലതിനെ കൂടി പുറമേ നിന്ന് സ്വീകരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഭാഗലക്ഷണ. അപ്പോൾ ഒരു വാക്യത്തിലെ വാച്യാർത്ഥത്തിൽ നിന്നും ചിലതിനെ ത്യജിക്കുക, ചിലതിനെ സ്വീകരിക്കുക. അതാണ് ഭാഗത്യാഗലക്ഷണ. അല്ലെങ്കിൽ ജഹദഹ അജഹൽ ലക്ഷണ. ആദിത്യനും അഥവാ സൂര്യനും മിന്നാമിനുങ്ങും ഒന്നാണ്. അങ്ങനെ ഒരു വാക്യം അത് കേൾക്കുന്ന ഏതൊരാൾക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ആദിത്യഭാവം മിന്നാമിനുങ്ങിൻ്റെ മിന്നാമിനുങ്ങ് എന്ന ഭാവവും തള്ളിക്കളഞ്ഞാൽ രണ്ടിനും പ്രകാശമുണ്ട്. ആദിത്യനും പ്രകാശിക്കുന്നതാണ്, മിന്നാമിനുങ്ങിനും പ്രകാശമുണ്ട്. അപ്പോൾ പ്രകാശം എന്ന ആ പദം മാത്രം അവശേഷിക്കും. അത് ഒന്നാണ്. ഈ പ്രകാശം ഒന്നാണ്. ആദിത്യന്റെ പ്രകാശം, മിന്നാമിനുങ്ങിന്റെ പ്രകാശം. ഇപ്പം ഇവിടെ ഭാഗത്യാഗ ലക്ഷണയ്ക്ക് ഉദാഹരണമായിട്ട് ഇങ്ങനൊരു വാക്യം പറഞ്ഞു. ഈ പറഞ്ഞ ഭാഗത്യാഗ ലക്ഷണ സമ്പ്രദായം കൊണ്ടാണ് ജീവനും ഈശ്വരനും അഥവാ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന വാക്യാർത്ഥത്തെ നമുക്ക് ബോധ്യമാവേണ്ടത്. 26-ാം ശ്ലോകം. രസാദി പഞ്ചീകൃതഭൂതസംഭവം ഭോഗാലയം ദുഃഖസുഖാദികർമ്മണം ശരീരമാദ്യന്തവദാദികർമ്മജം മായാമയം സ്ഥൂലമുപാധിമാത്മന. പഞ്ചീകരിക്കുക, പഞ്ചീകൃതം ആക്കുക. പഞ്ചഭൂതങ്ങളുടെ നിശ്ചിത മാത്രകളെ കൂടിച്ചേർന്ന് ഉണ്ടായതും രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം, രസം ഇങ്ങനെയുള്ള സപ്തധാതുക്കളാൽ ഉണ്ടായത്, കരചരണാദി അവയവങ്ങളോടു കൂടിയത്, പൂർവജന്മങ്ങളിലെ പുണ്യപാപകർമ്മങ്ങളുടെ ഫലമായിട്ട് വരുന്ന സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കർമ്മം കൊണ്ടുണ്ടായത്, ആദ്യ അവസാനങ്ങളോട് കൂടിയത്, മായാമയമായത് എല്ലാമാണ് ഈ ശരീരം, സ്ഥൂല ശരീരം. അതിനെ ആത്മാവിൻ്റെ സ്ഥൂലോപാധി എന്ന് പറയുന്നു. നമ്മളുടെ ശരീരം, അതിൽ സപ്തധാതുക്കളുണ്ട്. ജലം, അഗ്നി, പൃഥ്വി, വായു, ആകാശം, ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളുടെ ഘടകങ്ങൾ കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ ശരീരത്തിൽ നമുക്ക് കണ്ണും കാതും മൂക്കും നാക്കും കൈകാലുകളും അങ്ങനെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ കൂടി ചേർന്നതാണ്. ഓരോ ശരീരവും സ്വീകരിക്കാൻ ഒരു പൂർവ്വകാരണമുണ്ട്. പൂർവകർമ്മങ്ങളുടെ ഫലം, പ്രാരബ്ധരൂപേണ ഉള്ള ഫലങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശരീരം ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യാവസാനമുള്ളതാണ് എന്ന് പറഞ്ഞത്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി അവിടുന്നത് പിന്നീട് ജനിച്ച് വളർന്ന് പരിണമിച്ച് കുറെ കാലം കഴിഞ്ഞാൽ അത് നശിക്കുന്നു. അങ്ങനെ മായാമയമായ ഈ സ്ഥൂല ശരീരം ആത്മാവിൻ്റെ സ്ഥൂലോപാധി എന്ന് പറയുന്നു. സൂക്ഷ്മം മനോബുദ്ധി ദശേന്ദ്രിയൈര്യുതം പ്രാണൈരപഞ്ചീകൃത ഭൂതസംഭവം ഭോക്തു സുഖാദേരനുസാധനം ഭവേ ശരീരമന്യാത് വിദുരാത്മനോ ബുധ. 27-ാമത്തെ ശ്ലോകമാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, ത്വക്ക് ഇവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇവയെ കർമ്മേന്ദ്രിയങ്ങൾ എന്നാണ് അറിയപ്പെടുക.
പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇത്തരത്തിൽ 5 പ്രാണങ്ങൾ, പഞ്ചപ്രാണങ്ങൾ. ഇവയെല്ലാം കൂടിച്ചേർന്നതായ ജീവന് സുഖദുഃഖങ്ങളെ നൽകുന്ന, അല്ലെങ്കിൽ ജീവാത്മാവിൻ്റെ സുഖദുഃഖാദി അനുഭവങ്ങൾക്ക് കാരണമായ സൂക്ഷ്മശരീരം, അതിനെ ആത്മാവിൻ്റെ സൂക്ഷ്മോപാധി എന്നും പറയുന്നു. അനാദ്യ നിർവാച്യം അപീഹ കാരണം മായാപ്രധാനം തു പരം ശരീരകം ഉപാധി ഭേദാത്തു യഥ പൃഥക് സ്ഥിതം സ്വാത്മാനമാത്മന്യവധാരയേൽ ക്രമാൽ. അടുത്തത് കാരണ ശരീരം. ഈ ജീവന് അഭിമാനാസ്പദമായ അനാദിയായിട്ടുള്ള മായാമയമായ ഒന്നാണ് കാരണശരീരം. അതിനെ കാരണോപാധി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥൂലശരീരം, സൂക്ഷ്മശരീരം, കാരണശരീരം, ഈ 3 അവസ്ഥകളിൽ നിന്നും ഇതിനെ ഉപാധിത്രയം എന്നാണ് പറയുക. ഇതിൽ നിന്നെല്ലാം വേറെയാണ്. അങ്ങനെ ആത്മസ്വരൂപത്തെ ബോധിക്കണം. ഈ ലോകത്തെ ജീവൻ അനുഭവിക്കുന്നത് ഏതുവഴിയാണ്? 3 അവസ്ഥകളിൽ കൂടിയിട്ടാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിൽ കൂടിയിട്ടാണ് ജീവൻ അജ്ഞാന രൂപമായിട്ടുള്ള ഈ സംസാരം അഥവാ ജഗത്തിനെ അനുഭവിക്കുന്നത്. അതിൽ ജാഗ്രത്തിൽ സ്ഥൂലശരീരത്തെയും സ്ഥൂലശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും ഞാൻ, എൻ്റെ എന്ന് അഭിമാനിക്കുന്നു. അങ്ങനെ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്ന് സ്ഥൂല വിഷയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കുന്നു. സ്വപ്നാവസ്ഥയിലാവട്ടെ സൂക്ഷ്മേന്ദ്രിയങ്ങളെ കൊണ്ടാണ്, സൂക്ഷ്മശരീരത്തിലാണ് ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിച്ച് അന്ധകരണത്തിലുള്ള വാസനകളെ വികസിപ്പിച്ച് വിഷയാകാരേണ ഭുജിച്ച് സുഖദുഃഖാദി അനുഭവങ്ങളെ ഉണ്ടാക്കുന്നു. ഇനി സുഷുപ്തിയിലാണെങ്കിലോ അവിടെ കാരണശരീരമാണ്. അപ്പോൾ ആ ജീവൻ വർത്തിക്കുന്നത് ഈ കാരണശരീരത്തിലാണ്. അവിടെ ആത്മവിസ്മൃതി തന്നെ ഉണ്ട് എന്നാണ്. ആത്മവിസ്മൃതിയോട് കൂടിയിട്ടാണ് നിദ്രയും ആലസ്യവുമാകുന്ന സുഖത്തെയാണ് ജീവൻ അനുഭവിക്കുന്നത്. അപ്പം ഇതെല്ലാം ബുദ്ധിയുടെ വൃത്തികളാണ് എന്നും ഈ അവസ്ഥാത്രയത്തെയും ഇതിനെല്ലാം സാക്ഷി രൂപേണ മാത്രം പ്രകാശിക്കുന്ന ആത്മാവിനെയും തിരിച്ചറിയുകയും ഈ അവസ്ഥാത്രയത്തിൽ അഭിമാനിക്കുന്ന, അതിനെല്ലാം ചെയ്യുന്ന, അനുഭവിക്കുന്ന ഭോക്താവായ ജീവൻ ഇതിനെല്ലാം ആസ്പദമായിട്ടുള്ള, അടിസ്ഥാനമായിട്ടുള്ള സ്ഥൂല സൂക്ഷ്മ കാരണാദി ഉപാധികളെയൊക്കെ തള്ളിക്കളഞ്ഞ് അതിനെല്ലാം സാക്ഷി മാത്രത്തിൽ വർത്തിക്കുന്ന ആത്മാവാണ് ഞാൻ, താൻ എന്ന് ബോധിച്ച്, ശരിക്ക് ബോധ്യപ്പെടണം, അത് ഉറപ്പിക്കണം എന്നാണ്. ശ്ലോകം 29. കോശേഷ്വയം തേഷു തു തത്തതാകൃതരുവിഭാതി സംകാൽ സ്ഫടികോപലോ യഥാ അസംഗരൂപോയമജോ യതോ അദ്വയോ വിജ്ഞായതേസ്മിൻ പരിതോ വിചാരിതേ. ഇതിനു മുൻപ് പറഞ്ഞ ശരീരത്രയം, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളാകുന്ന ശരീരത്രയങ്ങളെ, അതിനെ തന്നെയാണ് പഞ്ചകോശം എന്ന് പറയുക. ലളിത സഹസ്രനാമത്തിൽ
നാം കേൾക്കുന്ന കേട്ടുപരിചയമുള്ള ആ ഒരു നാമം പ്രസിദ്ധമാണ്, പഞ്ചകോശാന്തരസ്ഥിത. സ്ഥൂല ശരീരമാണ്, അതിനെ അന്നമയ കോശം എന്ന് പറയും. പഞ്ചപ്രാണങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും അടക്കി പ്രാണമയ കോശമെന്നും, മനസ്സിനെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കി മനോമയ കോശമെന്നും, ബുദ്ധിയെ വിജ്ഞാനമയ കോശമെന്നും, കാരണശരീരം അഥവാ മായാസ്വരൂപം അതിനെ ആനന്ദമയ കോശമെന്നും പറയുന്നു. ഈ പഞ്ചകോശങ്ങളിൽ കണ്ണാടിയിൽ എന്ന പോലെ ജീവൻ പ്രതിഫലിച്ച് അതിനെയെല്ലാം ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അഭിമാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം അഥവാ സംസാരം നിലനിൽക്കുന്നത്. ഞാൻ വിജ്ഞാനമാത്രനാണ്, ജനനമരണാദികളൊന്നുമില്ലാത്ത അജനായിട്ടുള്ള ആത്മാവാണ് എന്ന് ബോധിച്ച് അവസ്ഥാത്രയങ്ങളിൽ പ്രകാശിക്കുന്ന പഞ്ചകോശങ്ങളിലും അവയുടെ വൃത്തികളിലും അതിനോട് സംഘം ഇല്ലാതെ ആയിത്തീരുമ്പോൾ, അസംഗനായിത്തീരുമ്പോൾ ഈ സംസാരം അവസാനിക്കും. വിചാരം കൊണ്ടും വാക്യാർത്ഥജ്ഞാനം കൊണ്ടും അസംഗത്വവും സംസാരനാശവും സംഭവിക്കും. ശ്ലോകം 30. ബുദ്ധേസ്ത്രിധാ വൃത്തിരപീഹ ദൃശ്യത്തെ സ്വപ്നാദിഭേദേന ഗുണത്രയാത്മന അന്യോന്യതോസ്മിൻ വ്യഭിചാരിതോ മൃഷ നിത്യേ പരേ ബ്രഹ്മണി കേവലേ ശിവേ. സത്വം, രജസ്, തമസ് എന്നിങ്ങനെയുള്ള 3 ഗുണങ്ങളോടുകൂടിയ ബുദ്ധിയുടെ 3 രൂപത്തിലുള്ള വൃത്തികൾ, അതാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്ന അവസ്ഥാത്രയം. കേവലം വിജ്ഞാനസ്വരൂപിയായ അദ്വയനും ശിവനുമായ ആത്മാവിൽ ഒരിക്കലും ഈ അവസ്ഥാത്രയം ഉണ്ടാവില്ല, അത് സംഭവിക്കാൻ ഇടയില്ല. അവ ഭ്രമം കൊണ്ട് അഥവാ ഭ്രാന്തി കൊണ്ട് ഭേദബുദ്ധി ഉണ്ടാവുന്നു, ആത്മവിസ്മൃതി ഉണ്ടാവുന്നു. അത് കാരണമായിട്ടാണ് ജീവൻ സംസാരത്തിൽ ഉഴലുന്നത്, ക്ലേശിക്കുന്നത്, സംസാരിയായി തീരുന്നത്. ബുദ്ധിവൃത്തികളാകുന്ന ഈ അവസ്ഥാത്രയത്തെ എപ്പോൾ വിടുന്നുവോ അപ്പോൾ സംസാരവും അവസാനിക്കും എന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ടാണ് രാമഗീത ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടുള്ള ഉപദേശം തുടരുന്നത്. നമസ്കാരം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.